ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസൂസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ദുബായിലുള്ള ജുനേറ പാർക്കിൽ പോവാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ വെക്കേഷൻ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താഴെ പാർക്കും പൂളൊക്കെ ഉണ്ട്, അതൊക്കെ പൈസ എടുത്താണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോകുന്നവർ മാക്സിമം മുതലാക്കണ്ടേ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പൂളിൽ പെറ്റ് കിടക്കുകയാണ് കേട്ടോ. അത്രയും ദിവസം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഞാനിതാ ജുനേറ ബീച്ച്, ദുബായ് മാൾ അങ്ങനെ ബന്ധപ്പെട്ട് വരികയാണ്. ഇനി നമ്മൾ 20 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വി ജസ്റ്റ് ഗോയിങ് ടു മൈ ഹോം. അപ്പോൾ ഞങ്ങളിതാ പോവാണ്. ഇതിവിടെ ബിഗ് ബോസ് ആട്ടോ. ഇവിടെ ഇപ്പോൾ ബിഗ് ബോസിൽ വലിയ തല്ലും കൂട്ടങ്ങളല്ലേ. അപ്പം താത്തയും ഇത്തയും ഞാനും കൂടിയും കാണുന്നില്ല, ഇത്തയും ഉമ്മയും കൂടിയും കാണും. അപ്പോൾ നമ്മളിതാ പോകുമ്പോൾ ഒരു ആപ്പിൾ കഴിച്ചു കേട്ടോ. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. പിന്നെ ഞാനും ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. ഇതെന്തോ ഫോട്ടോസൊക്കെ വന്നു കേട്ടോ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞങ്ങളിതങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് കേട്ടോ ബീച്ചൊക്കെ. അപ്പം ഞാൻ അവിടെ ഒരു മരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മരം. അപ്പോൾ ഞാൻ തന്നെ കളിയാക്കി കഴിഞ്ഞു, വരുമ്പോൾ ഫുൾ ഉണങ്ങിയ മരം പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഭാര്യയല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി വരുന്നാണ് പോകണാണ് എന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഏതൊക്കെ വഴിക്കൂടെ പോകുന്നുണ്ട്, അപ്പോൾ നേരത്തെ ഞാൻ അവിടെ വീണീന്നിട്ടാ. അപ്പോൾ ഫുള്ളി ഇതിൻ്റെ ഈ ബീച്ചിലത്തെ മണ്ണായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബീച്ചിലത്തെ മണ്ണിൽ ഈ ഷെല്ലിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ ഈ ചെറിയ കുഞ്ഞാപ്പി പീസുകളുണ്ടായിരുന്നു കേട്ടോ. അത് ഗൈസിൻ്റെ കയ്യിൽ കുറേ കയറി നിന്നു. അപ്പം അതൊക്കെ വലിയ പ്രോബ്ലംസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 1 ദിറം വെച്ചിട്ട് കറക്കിയെടുക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു മുട്ട അങ്ങനത്തെ ടോയ്സ്. അപ്പോൾ അത് എടുത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു മുട്ടയും ലോറിയും എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന് നല്ല ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്ക് പിടിച്ച് എവിടേക്കൊക്കെ പോയി എന്തൊക്കെയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇത്തന്നെ എങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ ക്രിഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം ക്രിഞ്ച് എന്താണെന്ന് തന്നെ അറിയില്ല. ഞാൻ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറയും. അതിന് ക്രിഞ്ചിൻ്റെ റിയലായിട്ടുള്ള അർത്ഥമൊന്നും അറിയില്ല കേട്ടോ. ക്രിഞ്ച് മീൻസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ക്രിഞ്ച് മീൻസ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ഉള്ളിലോട്ട് എന്തിനാ കയറുന്നത്? ദൂരത്താണോ ജുനേറ ബീച്ച്? ഒന്നും മനസ്സിലാവുന്നില്ലടേ. ഇവരുണ്ടല്ലോ ആശ്നാഥ് എന്തൊക്കെയൊക്കെ വെക്കാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ജുനേറ പാർക്കാണ് കേട്ടോ. അപ്പം ജുനേറ പാർക്കിൽ ഞങ്ങൾ ജസ്റ്റ് വന്നതിന് നല്ല രസമാണ്. ഇവിടെയും ഇങ്ങനെ കളിക്കാനുണ്ട്, പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇപ്പം മുന്നിൽ നടക്കും. എത്ര നമ്മൾ ഇപ്പൻ്റെ കൂടെ നടക്കാൻ നോക്കിയാലും ഇപ്പൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. ഹീ ഈസ് സോ ഫാസ്റ്റ്. നല്ല വേഗത്തിൽ നടക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പക്ഷേ അപ്പോൾ ഉണങ്ങി കേട്ടോ. എന്നെ പിന്നെ നോക്കണ്ട, ഞാൻ എന്തൊക്കെയൊക്കെ ഓപ്പോസിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് ഇമ്മയും ഇപ്പയും ആയിട്ടുള്ള കപ്പിൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്തെടുത്ത്. ഞാനിവിടെ ഇല്ലേ ബട്ട് ഫുൾ ഫ്ലോപ്പായിപ്പോയി. അത് ഞാൻ ഉണ്ടാക്കി അവിടെ താഴെ വീഴും. അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ നല്ല സ്പീഡിൽ നടക്കാനുള്ളൂ. ഞാൻ അപ്പം എൻ്റെ ബാക്കിലാണല്ലോ. കുറച്ച് സ്ലോമോ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഒന്ന് സ്വീപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടോ. കാര്യത്തിൽ ഇപ്പം ഞാൻ കണ്ടുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ. നമ്മൾ ജുനേറ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഒരു സംഭവം ഉണ്ടോ, എന്തോ ദുബായിലുള്ള എന്തോ സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം
അതടിക്ക് ഞാനതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു കസാല അവിടെ ഇരിക്കുന്നൊരു കസാല അതെവിടെ ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് അടിപൊളി സ്ലോമോ വീഡിയോസൊക്കെ പിന്നെ എടുത്തോട്ട് ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കേട്ടോ, പെട്ടെന്ന് തലയിലൊരു ബുദ്ധി വന്നതാണ്. അപ്പം ഇതെങ്ങനെ എന്നൊക്കെ ഒന്ന് പറയണേ. എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ എൻ്റെ ഉപ്പൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ എടുക്കുന്ന വീഡിയോസാണ്. ചെറിയ കുട്ടിയല്ലേ, ഒന്നും അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുള്ളൂ. അത് ഞാൻ വലുതായിട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. ഇത് യൂട്യൂബറോ അല്ല. ഞാൻ എന്തൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കതൊന്നും അറിയില്ല എന്നൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ബുർജ് ഖലീഫ ഉണ്ടാക്കി നന്നാവുണ്ടെന്ന് നോക്കട്ടോ. ബുർജ് ഖലീഫ എന്ന് പറഞ്ഞത് എന്താണ്, ഈജിപ്തിലാണ് കൊട്ടാരോ. കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ബുർജ് ഖലീഫ ഗൈസ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം ഞാൻ വെള്ളം എടുക്കാൻ പോണ ദൃശ്യങ്ങളാട്ടോ നിങ്ങൾ കാണുന്നത്. അണ്ടി പോയി അണ്ണാൻ്റെ പോലെ ഉണ്ട് പോണ കാണുമ്പോൾ ഉണ്ടല്ലേ. അവിടെ നിന്ന് എനിക്ക് വെള്ളം കിട്ടാൻ നല്ല പണിയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്താ ഉണ്ടായത് ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എഗ്ഗ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിട്ടോ. ബട്ട് എഗ്ഗ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതൊക്കെ പാൻറ്റൊക്കെ ഇങ്ങനെ പൊന്തിച്ചാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല വെള്ളം കളർന്നതാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ അങ്ങനെ നല്ല കഷ്ടപ്പെട്ടു ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ വലിയ അടിപൊളിയായെന്ന് വന്നില്ല. നന്നായി വന്നു, ബട്ട് എന്നാലും ജസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കുട്ടികളുണ്ടല്ലോ, ഞാൻ ശരിക്കും അവിടുത്തെ കുട്ടികൾ തെറി വിളിച്ച് പച്ച തെറി എന്നാണ് പട്ടി നയിച്ചിട്ട് എന്നുവെച്ചാൽ ഫക്ക് എന്നുള്ള ഉള്ളത്തെ എല്ലാ വാക്കുകളും ഞാൻ പിടിച്ചിട്ടുണ്ട്. പട്ടി നണ്ടി ഞാൻ വെച്ചാൽ എന്താ ഞാൻ വിളിക്കാത്തുള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്നറിയോ, ഒരു ഓട് വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരും. എൻ്റെ പേര് മുഴുവൻ വെള്ളമായി. ഞാൻ പട്ടീന്ന് വിളിച്ചു ആദ്യം. അപ്പം ഒരു മലയാളീസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അവൻ്റെ സൗണ്ട് ഇങ്ങനെ ഹൈ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം എടുക്കാൻ പോയി. എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെന്താ ഈ മൈൻഡ് ചെയ്യുന്നത് ഉണ്ടോ, ഇതെന്താ ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടിരിക്കുക എന്നോട്. അപ്പോൾ ഇപ്പൻ്റെ ഉള്ളിൽ ഈ മൈൻഡ് എന്താ ചെയ്യുന്നതെന്ന് മാറിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിക്കാട്ടെ. ഞാൻ ഫുൾ സീനായിരുന്നു. അപ്പോൾ അതാ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇപ്പോൾ എടുത്തതാട്ടോ. ഇപ്പം എടുത്തതാണ്, ഞാൻ എടുത്തതാണ്. അല്ല, ഞാനെങ്ങനെ എടുക്കും, എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ. എന്തായിപ്പോയി. അപ്പോൾ അതാ ഞാനിങ്ങനെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ അവിടെ എന്താ ഫോൺ കാണണം കേട്ടോ, എന്തോ മൈൻഡ് വരില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ കപ്പിൾസാ ഇവിടെ കൊട്ടാ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അപ്പോൾ എന്താ ബ്ലൂ കളറിലെ സംഭവം ഉണ്ടോ അവിടെ, അതാണ് ജുനേറ എന്ന് പറയുന്നത്. എനിക്ക് അറിയത്തില്ല കേട്ടോ, ഓർക്കാൻ കഴിയുന്നുണ്ട്. രാത്രിയാണല്ലോ പോയത്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ബൈ.